പാഠം 225. ഓണം കൊടിയിറങ്ങുന്നു. സാധനങ്ങളുടെ തീവില കാരണം. മോഹനേട്ടാ, ചായ. ഇതെന്താണ് സാർ നേരം വെളുത്തപ്പോ തുടങ്ങി എഴുത്താണല്ലോ? നോവലെഴുത്താ? നോവലല്ല, കണക്ക്. ഓണത്തിന് ചെലവായ കാശ് എത്രയെന്ന് കേട്ടാ ഞെട്ടും നീ ഭാമേ. ചെലവായ കാശിനെ ഓർത്ത് ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? അത് പോയില്ലേ? അങ്ങനെ പോയാ പോരല്ലോ. ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണം എന്നൊരു പ്രമാണമുണ്ട്. അത് മാത്രമല്ല ഭാമേ, ഇത്തവണ ചെലവായ കാശിന്റെ കണക്ക് വിദഗ്ധമായി പഠിച്ചാൽ മാത്രമേ അടുത്ത തവണ എങ്ങനെ ചെലവ് കുറയ്ക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അടുത്ത കൊല്ലം ചെലവ് കുറയ്ക്കാനിരിക്കാണോ വില്ലേജ് ഓഫീസറെ? എന്റെ മോഹനേട്ടാ, അടുത്ത കൊല്ലം ചെലവ് ഇതിന്റെ ഇരട്ടിയാവും. അതെങ്ങനെ ശരിയാവും? ശമ്പളം ഇരട്ടിയാകാതെ ചിലവ് ഇരട്ടിയായാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? മോഹനേട്ടാ, നമ്മൾ ഭക്ഷണം കഴിക്കാനായി വാങ്ങിയ സാധനങ്ങളുടെ കണക്കാണ് അല്ലേ? അത് നമ്മൾ കഴിച്ചല്ലോ, പിന്നെ അതെങ്ങനെ നഷ്ടമാവും? കഴിച്ചത് നമ്മൾ മാത്രമായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നിന്റെ ആഫീസിൽ നിന്ന് വന്ന 3-4 വക്കീലന്മാരില്ലായിരുന്നോ? അവരുടെയൊക്കെ മുടിഞ്ഞ തീറ്റയാണ് പ്രശ്നമായത്. എന്തൊരാർത്തി, എന്തൊരാക്രാന്തം. എടി, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഇവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായതാണ്. നീ വരട്ടെന്ന് വേണ്ട. അതിലൊരുത്തരുണ്ടായിരുന്നല്ലോ, അവന്റെ പേരെന്താ? സത്യപാലൻ. അവന്റെ തീറ്റ കണ്ട ഇതുവരെ അവൻ സോമാലിയയിലായിരുന്നോ എന്ന് ഞാൻ അന്തിച്ചു പോയി. അല്ല, വയറ് നിറച്ച് എങ്ങനെ കഴിക്കാനാ? കേസ് വല്ലതും വേണ്ടേ? വലിയ വൈക്കോല്. അവർക്കൊക്കെ കേസുണ്ട്, മാന്യമായ വരുമാനവും ഉണ്ട്. അതുകൊണ്ട് കിട്ടുന്ന കാശ് കൊണ്ട് 3 നേരം സുഭിക്ഷമായി ഭക്ഷിച്ചാണ് അവർ ജീവിക്കുന്നത്. അല്ലാതെ മാസാമാസം കിട്ടുന്ന നക്കാപ്പിച്ച ശമ്പളം സഹകരണ ബാങ്കിൽ കൊണ്ടുപോയിട്ട് പഴങ്ങഞ്ഞി മുളക് മാത്രം കഴിച്ചല്ല അവർ ജീവിക്കുന്നത്. അതെങ്ങനെയാ? വില്ലേജ് ഓഫീസർക്ക് ഭയങ്കര സമ്പാദ്യശീലമല്ലേ? 1 രൂപ പലിശ കൂടുതൽ കിട്ടുമെന്നറിഞ്ഞാൽ അരി വാങ്ങാൻ വെച്ചിരിക്കുന്ന കാശെടുത്ത് സഹകരണ ബാങ്കിലിട്ട് വായു ഭക്ഷിച്ച് ജീവിക്കുമല്ലോ സാറ്. എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ട് ഒരു പിശുക്ക്. ഇപ്പോ നീ എന്നെ പിശുക്കൻ എന്ന് വിളിച്ച് കളിയാക്കി. പക്ഷേ ധൂർത്തടിച്ച് പണം നശിപ്പിച്ച് വഴിയാധാരമായവരെ കാണുമ്പോഴേ നിനക്ക് ഈ മോഹനേട്ടന്റെ വില മനസ്സിലാവും. അന്ന് നീ പറയും, മോഹനേട്ടൻ വലിയ ദീർഘദൃഷ്ടിയുള്ള ആളാണെന്നും മോഹനേട്ടന്റെ സമ്പാദ്യശീലം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നും. ശരി, അന്ന് ഞാൻ പറഞ്ഞോളാം. അങ്ങനെയുള്ള ചില മുൻകരുതലുകൾ എടുക്കുമ്പോഴാണ് നിന്റെ സത്യപാലം വക്കീലിനെ പോലുള്ള ചില തീറ്റിപ്പണ്ടാരങ്ങളെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തരുതെന്ന് പറയുന്നത്. മോഹനേട്ടാ, കല്യാണം കഴിഞ്ഞ് 4 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഞാൻ എന്റെ സുഹൃത്തുക്കളെ ഒന്ന് വീട്ടിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ വന്ന അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തതിന് ഇങ്ങനെ കണക്ക് പറയല്ലേ? പറയും. നീയും ഞാനും എത്രയോ വീടുകളിൽ പോയിരിക്കുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ആ വീട്ടുകാർ കഴിക്കാനെടുക്കട്ടെ എന്ന് പറയുമ്പോ ഒന്നും വേണ്ട. അവർ നിർബന്ധിക്കുമ്പോ മാത്രം എന്തെങ്കിലും കഴിക്കും. ഇവിടെ നടന്ന അതാണോ? അവർ വന്നു കഴിഞ്ഞപ്പോ നീ ചോദിച്ചു, ചായ എടുക്കട്ടെ. അപ്പോ ആ വയറ സത്യപാലം പറഞ്ഞ ഓർമ്മയുണ്ടോ? ചായ മാത്രം ആക്കണ്ട, കഴിക്കാൻ കൂടി എന്തെങ്കിലും എടുത്തോ എന്ന്. ഇതാണോടി മര്യാദ? ഓരോരുത്തരും ഓരോ തരത്തിലാണ് കാര്യങ്ങളെ കാണുന്നത്. സത്യപാലൻ ഞാനുമായിട്ടുള്ള അടുപ്പം വെച്ച് അങ്ങനെ ചെയ്യുന്നതിൽ എന്താ മോഹനയുടെ തെറ്റ്? നിന്റെ ഭർത്താവായ ഞാൻ പോലും അത്തരം മര്യാദകൾ കാണിക്കില്ലല്ലോ. ഇത് മര്യാദകളല്ല, ആർത്തിയാണ്, ആർത്തി. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് സഹിച്ചു. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഞാൻ ഭക്ഷണം വെച്ച് കൊടുക്കുന്നതിൽ മോഹനേട്ടൻ എന്താണ് കുഴപ്പം? എന്തൊരു കൂത്താ നോക്കണേ. ഓഹോ, എന്റെ പൊന്നു മോഹനേട്ടാ, ദൈവത്തെ ഓർത്ത് എന്നോട് ഇങ്ങനെ വഴക്കിന് വരല്ലേ. എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. കണ്ടോ, അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ പറ്റി പറഞ്ഞപ്പോ അവക്ക് വലിയ വിഷമം. ഞാൻ പറഞ്ഞില്ല കാര്യമല്ലല്ലോ. നീ നോക്കിയോ, ആ പെരുവയറം വക്കീലിന്റെ കാര്യം ഞാൻ നാട് മുഴുവൻ നടന്നു പറയും. നാട് മുഴുവൻ പറയുന്നത് വില്ലേജ് ഓഫീസർ ആയതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ വിശ്വസിക്കുകയും ചെയ്യും. ഇത് എന്തിന്റെ സൂക്കേടാണ് മോഹനേട്ടാ? മോഹനേട്ടൻ ഇപ്പൊ എന്താണ് വേണ്ടത്? സത്യപാലൻ ഒരു തീറ്റ പണ്ടാരമാണെന്ന് നീ സമ്മതിക്കണം. ശരി,
സത്യവാനിൽ ഒരു ആർത്തി പണ്ടാരമാണ്. തീർന്നല്ലോ. ഒന്നുകൂടെ പറ. സത്യവാനിൽ ആർത്തി പണ്ടാരമാണ്. തീർന്നല്ലോ. ആ തൽക്കാലത്തേക്ക് തീർന്നു. പക്ഷെ ഇനി ഒരു വ്യവസ്ഥ കൂടെ ഉണ്ട്. മേലിൽ ഇങ്ങനെ തിന്ന് മുടിക്കാനായിട്ട് ഒരാളെ ഈ വീട്ടിലേക്ക് വിളിക്കരുത്. അങ്ങനെ ഏതവരെങ്കിലും ഈ വീട്ടിലേക്ക് കയറി വന്നാ അവന് ഞാൻ ചോറിനകത്ത് എലിവിഷങ്ങളിലേക്ക് കൊടുക്കും. എവിടെ പോകുന്നു? ഇനി വാ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഫോൺ ബെല്ലടിക്കുന്നത് കേൾക്കുന്നില്ലേ മോഹനേട്ടാ? എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് നീ ഫോൺ എടുത്താൽ മതി. മോഹനേട്ടാ, ആരെങ്കിലും അത്യാവശ്യം വിളിക്കായിരിക്കും. അങ്ങനെ അങ്ങ് പോയാലോ. ഹലോ ഹലോ, അതെ ഉണ്ട്, കൊടുക്കാം. മോഹനേട്ടനാ ഫോൺ. ആരാ? ഞാൻ ചോദിച്ചൊന്നുമില്ല. മാറങ്ങോട്ട് തീറ്റിപ്പണ്ടാരത്തിന്റെ കൂട്ടുകാരി. ഹലോ, അതെ സാർ, മോനേഷനാ? അല്ല, വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇല്ല, അങ്ങനെ ആരും വന്നില്ല. ആമയുടെ ഓഫീസിൽ നിന്ന് ആരോ വന്നെന്ന് തോന്നുന്നു. ഓ, അതിനെന്താ സാർ? അയ്യോ, അത് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ സാർ? പാമയുടെ ഉണ്ട്. ശരി സാർ. എന്താ? ആരായിരുന്നു? തഹസിൽദാർ. ഓ, അല്ലെങ്കിലും മോഹനകൃഷ്ണന്റെ ഫോണിൽ വിളിക്കുന്നത് പിടിച്ചുപറിക്കാരും കള്ളന്മാരും കൊലപാതകളൊന്നും അല്ലല്ലോ. തഹസിൽദാരെ പോലെ യോഗ്യന്മാരായ ആളുകളാണ് ഈ മോഹനകൃഷ്ണന്റെ അടുപ്പക്കാർ. അതുപോട്ടെ, തഹസിൽദാർ എന്തിനാ വിളിച്ചെന്ന് ചോദിക്കുക. എനിക്കറിയേണ്ട കാര്യങ്ങൾ ഞാൻ ചോദിച്ചാ പോരെ? തഹസിൽദാർ എന്തിനാണ് വിളിച്ചതെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. നീ അറിയണം. തഹസിൽദാരും ഭാര്യയും ഇന്നുച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇവിടെ വരുന്നു. ഈ താലൂക്കിന് കീഴിൽ എത്രയോ വില്ലേജ് ഓഫീസർമാരുണ്ടായിട്ടും ഈ വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്കല്ലേ തഹസിൽദാർക്ക് വരാൻ തോന്നിയുള്ളൂ. ഇപ്പൊ മനസ്സിലായോടി ഈ മോഹനകൃഷ്ണൻ ആരാണെന്ന്? അതുകൊണ്ടൊന്നുമല്ല. പിന്നെ കഴിഞ്ഞ ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ഒക്കെ അവധിയായിരുന്നു. ഓരോ ദിവസവും തഹസിൽദാരും ഓരോരോ വില്ലേജ് ഓഫീസർ വീട്ടിൽ മാറി മാറി പോയി കാണും. ഇത് 5ാമത്തെ ദിവസമാണ്. അതായത് തഹസിൽദാർക്ക് ഈ വില്ലേജ് ഓഫീസറെക്കാട്ടിൽ ഇഷ്ടമുള്ള വേറെ 4 വില്ലേജ് ഓഫീസർമാരോടും ഉണ്ടെന്ന്. നിന്നോട് ആരാ പറഞ്ഞത്? തഹസിൽദാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ തന്നെയാ. അതുകൊണ്ട് ഇന്ന് ഉച്ചത്തേക്ക് നല്ല ഒന്നാന്തര ഊണുണ്ടാക്കണം. ഇപ്പോഴേ തുടങ്ങിയാലേ നടക്കും. ഊണ് ആരുണ്ടാക്കും? നീ. നടക്കില്ല. എന്താ നടക്കാത്തത്? എന്റെ ഓഫീസിൽ നിന്ന് 3-4 പേര് വന്ന് ഒരു നേരത്തെ ഊണ് കഴിച്ചിട്ട് പോയതിന് മോഹനേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? ആർത്തിപ്പണ്ടാരങ്ങള്, പെരുവയറന്മാര്, സോമാലിൽ നിന്ന് വന്നവര്. ശരി, അതങ്ങനെ ആയിക്കോട്ടെ മോഹനേട്ടാ. ഞാൻ കാര്യമായിട്ട് പറയാ. തഹസിൽദാർക്ക് മൂക്കുമുട്ട തിന്നാൻ ഞാനായിട്ട് ഒരു വസ്തു ഇവിടെ ഉണ്ടാക്കില്ല. ഉണ്ടാക്കില്ല എന്ന സത്യഭാവം പറഞ്ഞാൽ ഉണ്ടാക്കില്ല. പക്ഷേ തഹസിൽദാർ വരുന്നത് ഊണ് കഴിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ഊണ് ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരും. ഞാൻ വെച്ചുണ്ടാക്കിയിട്ട് ഒരു തഹസിൽദാരും കഴിക്കില്ല. ഇത് സത്യഭാമയുടെ ഉറപ്പാണ്. എന്ത്? എന്നെ ഇത്ര നേരം ആക്ഷേപിച്ചതിന് ദൈവമായിട്ട് മോഹനേട്ടൻ തന്ന ശിക്ഷയായത്. തഹസിൽദാര് വിരുന്നുണ്ണാൻ വരുമ്പോൾ കഴിക്കാൻ ഒന്നും കൊടുക്കാത്ത വില്ലേജ് ഓഫീസറെ പറ്റി അങ്ങേര് നാട് മുഴുവനും നടന്ന് പറയും. പറയുന്നത് തഹസിൽദാരായതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കും. നീ അവസരം ചൂഷണം ചെയ്യാ. ചൂഷണം ചെയ്യാനായി ഈ അവസരം എനിക്ക് ഒരുക്കി തന്നത് ഈശ്വരനാണ്. ദൈവം തരുന്ന ഓരോരോ അവസരങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് ചോദിക്കും, ഭാമേ, നിനക്ക് ആവശ്യമുള്ള അവസരങ്ങൾ ഞാൻ തന്നതല്ലേ, നീ എന്നിട്ട് അത് ഉപയോഗിച്ചോ എന്ന്. സോറി, അത് കേൾക്കാൻ എനിക്ക് വയ്യ. സത്യഭാമ വെച്ചുണ്ടാക്കിയിട്ട് ഒരച്ചാറ് പോലും തഹസിൽദാർ ഈ വീട്ടിൽ നിന്ന് കഴിക്കില്ല. അത് എന്റെ ഉറപ്പാണ്. ഉത്തമന്റെ ശബ്ദമല്ലേ? ആയിരിക്കും. എന്നെ പറ്റിക്കാൻ നിനക്ക് അവസരം തന്ന അതേ ദൈവം തന്നെയാണ് എന്നെ രക്ഷിക്കാൻ ഉത്തമനെ ഇങ്ങോട്ട് വിട്ടത്. നമസ്കാരം സാറേ. പിന്നെ ഈ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം അത്ര നന്നായില്ല. ഭാമയുടെ ഓഫീസിൽ നിന്ന് വന്ന 3-4 ആളുകൾ കൂടി 16 പേർക്ക് കഴിക്കാനുള്ള ആഹാരം കഴിച്ചിട്ടാ പോയത്.
പോണോ അല്ലേ സാറേ, തിന്നോണ്ട് പോട്ട്. എന്റെ ഉത്തമ, തിന്നുന്നതിനൊരു മര്യാദയില്ലേ? ഇതൊരുമാതിരി 3 കൊല്ലം പട്ടിണി കിടന്ന പോലെ. രസം അതല്ല, അവരവരുടെ ഇഷ്ടത്തിന് നിന്നിട്ട് പോയിട്ട് ഇന്ന് എന്നെ കാണാൻ തഹസിൽദാർ വരുന്നു പറഞ്ഞപ്പോ ഭാമ പറയുക അവളൊന്നും ഉണ്ടാക്കില്ലെന്ന്. അതെവിടത്തെ ന്യായം? ആ പറഞ്ഞത് ന്യായമല്ല സാറേ. അത് ന്യായമാണ്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലൻ പെരുവയറിനാണെന്ന് എന്നെ കൊണ്ട് പറയിച്ചിട്ട് നിൽക്കുകയാണ് ഈ മോഹനേട്ടൻ. അപ്പൊ മോഹനേട്ടനെ കാണാൻ വരും തഹസിൽദാർക്ക് ഞാൻ ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് എവിടുത്തെ ന്യായമാണ്? ഇപ്പൊ സാറ് പറഞ്ഞത് അത് ന്യായമേ അല്ല. എനിക്ക് നിന്റെ സഹായം വേണ്ട. ഉത്തമ, ആ പോറ്റി ഹോട്ടലിൽ പോയി 2 ഊണ് മേടിച്ചോണ്ട് വാ. പായസവും മേടിച്ചു. തീർന്നല്ല പ്രശ്നം. തോപ്പിക്കാൻ നോക്കല്ലേ ഭാമേ, മോഹനേട്ടനെ തോപ്പിക്കാൻ നോക്കല്ലേ. സാറേ, പോറ്റി ഹോട്ടൽ ഓണായിട്ട് അടച്ചിട്ടേക്കാ, നാളെ തുറക്കൂ. എന്നാ മറ്റേ അന്നപൂർണേശ്വരി മേടിച്ചോ. നമ്മുടെ ടൗണിൽ ഒറ്റ ഹോട്ടൽ തുറന്നിട്ടില്ല സാറേ. അപ്പൊ മോഹനകൃഷ്ണ സാറ് തോറ്റു. പിന്നെ സാറേ, തോറ്റല്ലോ. വേണമെങ്കിൽ സാറേ, തോറ്റല്ലോ. വേണമെങ്കിൽ നമ്മുടെ അസനാരുടെ ഫാസ്റ്റ് ഫുഡ് കടയുണ്ട്. പക്ഷെ അവിടെ പൊറോട്ട ചിക്കനേ ഉള്ളൂ. പൊറോട്ട ചിക്കനോ? ഓണത്തിനോ? എന്ത് ഉത്തമ, ഈ ഓണം എന്ന് പറയുന്നത് സസ്യാഹാരം മാത്രം കഴിക്കേണ്ട ഒരു ആഘോഷമാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? പക്ഷേ ഓണത്തിന് നമ്മൾ വെജിറ്റേറിയൻ ആണല്ലോ. അതിലൊന്നും ഒരു കാര്യമില്ല സാറേ. മലബാറുകാരാണെങ്കിൽ ഓണത്തിന് ഇറച്ചിയും മീനും കഴിക്കും. അവർക്ക് കോഴി ഇറച്ചി ഇല്ലാതെ ഓണത്തെ പറ്റി സങ്കല്പിക്കാൻ പോലും പറ്റൂല. അതെന്ത് ന്യായം? മഹാബലി ചക്രവർത്തി തന്റെ പ്രജകളെ കാണാൻ വരുമ്പോ കോഴിയും കടിച്ചു വെച്ചോണ്ടിരിക്കാന്ന് വെച്ചാല് മഹാബലി അസുര ചക്രവർത്തി ആയിരുന്നു. അതുകൊണ്ട് അസുരന്മാർ പൊതുവെ നോൺ വെജിറ്റേറിയൻസ് ആണ് എന്നാണ് പറയാറ്. ആ കഥ ശരിയാണെങ്കിൽ ഇറച്ചി മീനും കഴിക്കുമായിരുന്ന മഹാബലിയുടെ ആഘോഷത്തിന് ഇറച്ചി മീനും പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ? അത് കറക്റ്റ് ആണ് സാറേ. ഈ മാവേലിയുടെ കൊടവയറ് കണ്ടാൽ തന്നെ അറിയാം മുടിഞ്ഞ തീറ്റയായിരുന്നു അങ്ങേര്. ഉത്തമ, വെറുതെ മഹാബലി പറയരുത്. ആ കുടവയറ് ഏതോ ചിത്രകാരന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു നേരം പോക. അതിശക്തനായ ഒരു അസുര ചക്രവർത്തി ഇങ്ങനെ വയറും ചാടി നിൽക്കുക പറഞ്ഞാ ആര് വിശ്വസിക്കും? പറയുന്ന കേട്ടാൽ മോഹനേട്ടനൂടെ കോളേജിൽ പഠിച്ചതാണ് മഹാബലി എന്ന് തോന്നും. വേണ്ട, മഹാബലിയെ തൊട്ട് കളിക്കരുത്. അഭിമാനമുള്ള മലയാളിയുടെ മുഴുവൻ അഹങ്കാരമാണ് മഹാബലി ചക്രവർത്തി. ഉത്തമ, 300 രൂപയുണ്ട്. 300 രൂപ ഇത് കൊണ്ടുപോയി കിട്ടുന്നതിൽ മേടിച്ചോ. ഇവളെ പോലൊരു അഹങ്കാരി ഭക്ഷണം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞത് കൊണ്ട് തഹസിൽദാരോട് ഇങ്ങോട്ട് വരണമെന്ന് പറയാൻ പറ്റുമോ? ശരി. ഓണമായിട്ട് തഹസിൽദാർ വീട്ടിൽ വരുമ്പോൾ പൊറോട്ടയും ഇറച്ചിയും കൊള്ളാം. നാണമില്ലേ? ഹമേ, ഇവിടെ വരുമ്പോ കൊടുക്കുന്നത് ബറോട്ടയും ഇറച്ചിയാണെന്ന് അറിയുമ്പോ തഹസിൽദാർ ചോദിക്കും, ഇതെന്താ മോഹനകൃഷ്ണ ഇങ്ങനെ? അപ്പൊ ഞാൻ പറയും, എന്റെ ഭാര്യ സത്യഭാമ ഊണ് വെക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് എന്ന്. അപ്പോ നിന്റെ മാനം പോയില്ലേ? സ്വന്തം ഭാര്യയെ കൊണ്ടൊരു ഊണ് പോലും വെപ്പിക്കാൻ കഴിയാത്ത മോഹനകൃഷ്ണൻ എങ്ങനെ ഒരു വില്ലേജ് ഭരിക്കുമെന്ന് തഹസിൽദാരും ചോദിക്കും. അതോടെ സാറിന്റെ മാനവും പോയില്ലേ?